ഇടത് നിരീക്ഷകനായി ശ്രീ നാസർ കൊളായി കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ നാസർ കൊളായി, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, അതിനു മുമ്പ് AK ബാലൻ പറഞ്ഞു, CPIM-ൻ്റെ നേതാക്കന്മാർ പറഞ്ഞു, LDF കൺവീനർ പറഞ്ഞു, PV അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഏതോ ഒരു ഗൂഢലക്ഷ്യമുണ്ട് എന്ന്. എന്താണതൊക്കെ? അത് ബോധ്യമാക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? തീർച്ചയായും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് അത് കൃത്യമായി അന്വേഷിക്കുമെന്ന് പാർട്ടി അൻവറിന് മറുപടി കൊടുത്തതാണ്. അൻവറിന്റെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ്. അത് പ്രകാരം ഒരു SP-യെ സസ്പെൻഡ് ചെയ്തു, മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി, DYSP-യെ മാറ്റി, മറ്റു കാര്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കണ്ടതിന് ശേഷം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, എനിക്ക് അവരിൽ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ അൻവർ നേരെ ഇറങ്ങി വന്നിട്ട് വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ഒരുക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകുന്ന അൻവറിനെയാണ് പിന്നീട് കാണുന്നത്. ഒരുപക്ഷെ മറ്റൊരാൾക്കും ഇത്രയും പരിഗണന പാർട്ടി ഇപ്പോഴും കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം അൻവർ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം എന്ന് തന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കേരളത്തിലെ പത്രക്കാരോട് ചോദിച്ചു, കേരളത്തിലെ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അപ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് പത്രക്കാരോട് പറഞ്ഞു. പത്രക്കാർ പലതും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വർഗീയതയാണ് ഒന്നാമത്തെ പ്രശ്നം, അതല്ല, തൊഴിലില്ലായ്മയാണ്, പട്ടിണിയാണ്, ഇതൊന്നുമല്ല. അൻവർ പറഞ്ഞ മറുപടി എന്താണ്? കേരളത്തിലെ എല്ലാ പാർട്ടിക്കാരും അഴിമതി നടത്തുന്നവരാണ്, മതസംഘടനകളടക്കം അഴിമതി നടത്തുന്നവരാണ് എന്ന രൂപത്തിലാണ് അൻവർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് BJP-യുടെ നേതാക്കന്മാരുടെ പേര് അൻവർ ഇന്നലെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, തൃശൂർ പൂരം കലക്കി BJP ജയിച്ചതിന് അവരെ ഞാൻ കുറ്റം പറയില്ല, അത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. മാത്രമല്ല, അൻവർ ഇന്നലെ പൊതുജനത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് 2 സ്വർണ്ണ കള്ളക്കടത്തുകാരെയാണ്. ആ കള്ളക്കടത്തുകാരുമായി നടത്തുന്നതിന്റെ ഇന്റർവ്യൂ ആണ് ലൈവായി കാണിച്ചിട്ടത്. ആ പറഞ്ഞതിന്റെ അർത്ഥം, സ്വർണ്ണ കള്ളക്കടത്തുകാർ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, പോലീസിനെ അല്ല വിശ്വസിക്കേണ്ടത്. ശരി, പോലീസിനെ അവിശ്വസിക്കാമെന്ന അൻവറിന്റെ വാദഗതിക്ക് ബലം നൽകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, പോലീസ് ഈ സ്വർണം ഹാജരാക്കിയത് കോടതിയിലാണ്. ഈ കള്ളക്കടത്തുകാർ കോടതിയിൽ പോയി ഫൈൻ കെട്ടിയിട്ടാണ് സ്വർണം തിരിച്ചെടുക്കുന്നത്. അപ്പോ ഈ പറഞ്ഞത് പ്രകാരമാണ് ഒരു കോയിന്റെ കുറവുണ്ടാവണം. 300-ന്റെ 3 കോയിൻ 900 ഗ്രാം 500 ചില്ലാനം ഗ്രാമാ തിരിച്ചു കിട്ടിയെന്ന്. ഒരു പവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 300 ഗ്രാമിന്റെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതേ കള്ളക്കടത്തുകാർ എന്തുകൊണ്ട് കോടതിയിൽ പറഞ്ഞില്ല? ഞങ്ങൾ 3 കോയിൻ കൊണ്ടുവന്ന 2 കോയിന് ഫൈൻ അടക്കുന്ന കള്ളക്കടത്തുകാരന് 3 അടച്ചൂടെ? അപ്പൊ കോടതിയിലും വിശ്വാസമില്ല എന്നാണ് അൻവർ പറയുന്നത്. മാത്രമല്ല, അൻവർ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വലിയ വർഗീയവാദിക്ക്, വർഗീയ വിഷം കൊത്തിവെക്കുന്ന കൊടും വിഷത്തിനെതിരെ, ഷാജൻ സ്കറിയക്കെതിരെയുള്ള പോരാട്ടം നടത്തിയപ്പോൾ എല്ലാവരും അൻവറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഷാജൻ സ്കറിയ പറയാണ്, ഞാൻ പറഞ്ഞത് തന്നെയല്ലേ അൻവർ പറഞ്ഞത്? കള്ളക്കടത്തുകാരുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട്, റിയാസിന്റെ ബന്ധമുണ്ട്. അതായത് രാഷ്ട്രീയ എതിരാളികൾ CPM-നെ കൊത്തിവലിക്കാൻ കാലാകാലങ്ങളിലായി പറഞ്ഞിട്ടുള്ള ആരോപണമാണ് അൻവർ ഇന്നലെ ആവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ രാഷ്ട്രീയ എതിരാളികളുടെ കോടാലി കൈയായിട്ടാണ് അൻവർ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, യുക്തിഭദ്രമായി തന്നെ താങ്കൾ ആ വാദങ്ങൾ നിരത്തിയാണ് താങ്കളുടെ വാദങ്ങൾ സമർത്ഥിച്ചത്.